ബനീഷേ, ബനീഷ് ഉണ്ടോ അവിടെ? പോകല്ലേ, റേഷൻ കടയിൽ പോയിട്ടുമ്പോൾ മാസം അവസാനിക്കാറായി. എന്നാ ഇത് കയ്യിലിരിക്കട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, റേഷൻ കട എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ചോദിച്ച് വാങ്ങിക്കണം. പ്രത്യേകിച്ച് മണ്ണെണ്ണ, അത് മറക്കരുത് കേട്ടോ. മണ്ണെണ്ണ ഉണ്ടാകുന്ന ചോദിക്കണം. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിക്ക് ഭയങ്കര പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, താരനെ കൂടി കൊണ്ടുപോകും. താരനെ റേഷൻ കട പരിചയപ്പെടുത്ത്. താരം കൂടി പോകാൻ മോളെ. റേഷൻ കട കാണണ്ടേ? പോയിട്ടില്ല. പോയിട്ടുണ്ട്. പപ്പയാ പോകാറ്. ഗോതമ്പ് പൊടി കിട്ടും, അരി കിട്ടും, പിന്നെ മണ്ണെണ്ണ കിട്ടും. റേഷൻ കടയൊക്കെ പോയി മണ്ണെണ്ണയൊക്കെ മേടിച്ചു. അപ്പൊ ഇത് പറ്റൂല. ഇത് റേഷൻ കട കാണിക്കാനാണ്. എന്താന്നാ, നീ ഇല്ലാത്തപ്പോ താര വണ്ടിക്ക് എനിക്കും കയറി പോകാല്ലേ, അതാണ് ഉദ്ദേശം. റേഷൻ കടയിൽ എന്തെല്ലാം ഉണ്ടെന്ന് ചോദിക്കണം. ഗോതമ്പ് പൊടി, പച്ചരി, പുഴുക്കലരി, മണ്ണെണ്ണ പ്രത്യേകിച്ച് ചോദിച്ചു മേടിക്കണം. പിന്നെ ഗോതമ്പ് ഉണ്ടാന്ന് വയ്ക്കണം. ഗോതമ്പ് ഇത്തിരി കിട്ടിയാൽ നമുക്ക് നിർത്തി. ഗോതമ്പ് പൊടി കിട്ടണത്തോളം മേടിച്ചോ. ആട്ടെ താരല്ല, ചപ്പാത്തി ഉണ്ടാക്കി തരുവേ. 3 മതിയാ? 6 മതി. 6 അരിയൊക്കെ പറഞ്ഞപ്പോ തന്നോളൂ. 3 കിലോ ഒന്നുണ്ടാ? ഇല്ല, അത് കുത്തിക്കഴിയുമ്പോ അതിൽ പതിയാണ് തരും. വൈകുന്നേരം നമുക്ക് പോയാൽ വെച്ചാ വഴി പാർക്കിൽ കയറാം. പിന്നെ റേഷൻ കട ഇപ്പൊ പോയിട്ട് പറയാം, നമുക്ക് കണ്ണുവിട്ടു. പിന്നെ പോയിട്ട് വാങ്ങട്ടെ. അപ്പൊ പോയാലോ? പോവാലോ. എങ്ങനെയുണ്ട്? അടിപൊളി. റേഷൻ കട തൊട്ടടുത്താണ് വീടിന്റെ അവിടെ. എവിടെ ടൂർ പോണെന്നോർത്താ? അല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ റേഷൻ കടയുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഹോട്ടൽസ് ഉണ്ട്. നിങ്ങളുടെ അവിടെ ഉണ്ടോ? അതൊക്കെ എന്തുണ്ട്? ഹോസ്പിറ്റലുണ്ട്, റേഷൻ കടയുണ്ട്, സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ വഴിയൊക്കെ എങ്ങനെ ഉണ്ട്? നീ പഠിച്ചാ? വീട്ടിലേക്കുള്ള വഴി ഇതമ്മ ഇപ്പൊ പോണ റേഷൻ കടയിലേക്കുള്ള വഴി എങ്ങനെയുണ്ട്? എന്റെ വണ്ടി എങ്ങനെയുണ്ട്? റെഡ് വണ്ടി അടിപൊളിയല്ലേ? അടുത്ത് തന്നെ നിനക്കൊരു ഗിഫ്റ്റ്. എന്ത് ഗിഫ്റ്റാ? ഇപ്പൊ പറയൂല, അമ്മച്ചി എന്തോ കരുതിയിട്ടുണ്ട്. എന്താ? എപ്പോഴാ നീ വണ്ടി ഓടിക്കാൻ പഠിക്കണം? ഞാൻ പഠിച്ചോണ്ടിരിക്കല്ലേ. പഠിച്ചിട്ടില്ല. സൈക്കിൾ ബാലൻസ് ഉണ്ടാ? ഒരു പാട്ട് പാടിയേ. പൊന്നിസണ്ടോളം അതല്ല, പോറിങ് കാറും കളരേ കളറിന്റെ കളര്. അത് പൊന്നൂസിന്റെ പാട്ടല്ലേ? ശരിക്കും പാടാ പാട്ട്. ശരിക്കും എനിക്ക് അറിയില്ല കേട്ടാ. കൊണ്ടു മാടി വിളിച്ചാൽ കൂട്ടിന് വരുമോ? ചേട്ടനാ ഫസ്റ്റ് അത് പാടേണ്ടത്. ഒറ്റ ഷോട്ടിലമ്മ എടുത്തെങ്ങനെയുണ്ടാ ഇത്? റേഷൻ കടയിലേക്ക് പോയിപ്പോ റേഷൻ കടയിലൊക്കെ പോയി മണ്ണെണ്ണയൊക്കെ വാങ്ങിച്ച് റേഷൻ കടയൊക്കെ പോയി മണ്ണെണ്ണയൊക്കെ മേടിച്ച് കൃഷ്ണൻ വന്ന് വിളിക്കും. ഇതാണ് ഞങ്ങളുടെ പൊതുവിതരണ കേന്ദ്രം. ഇറങ്ങാം. റേഷൻ കാർഡ് ആദ്യം എടുക്കും. മണ്ണെണ്ണ ഉണ്ടോ? എൻ്റെ ഒരു പഠിപ്പിക്കണ്ടേ ഇതൊക്കെ? കാർഡിൽ പേര് ചേർക്കണോട്ടോ. മണ്ണെണ്ണ കുപ്പിയുണ്ട്. ഗോതമ്പ് പൊടി ഉണ്ടോ? എത്ര എണ്ണം കിട്ടും? 3. ഇത് കൊടുക്കില്ല. കുത്തരി
ഓക്കെ ആരെ പച്ചരി പച്ചരി എന്നിട്ട് വെള്ള കളറാണ്. അടുത്തെന്താ? അടുത്ത ഗോതമ്പ് പൊടിയല്ലേ? ഗോതമ്പ് പൊടി ഇടും. 3 ഗോതമ്പ് പൊടി, മണ്ണെണ്ണ. നിങ്ങളുടെ മണ്ണെണ്ണ എങ്ങനെയാണോ കൊടുക്കണം? റേപ്പിൾ സാന്ത മണ്ണെണ്ണ സെപ്പറേറ്റ് പിടിക്കാം. പൈസ എത്രയെന്ന് ചോദിച്ചേ? ഓക്കെ, എല്ലാം മേടിച്ചിട്ടുണ്ട്. 61. ഗൂഗിൾ പേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ റേഷൻ കട? റേഷൻ കട അടിപൊളി. വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ? അടുത്താണല്ലേ? അടുത്താണ്. റേഷൻ കടയിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയോ? അതൊക്കെ അറിയാം. എങ്ങനെയാണ് അതൊക്കെ? നമ്മൾ ആദ്യം ചെല്ലുക, റേഷൻ കാർഡ് കൊടുക്കുക, എന്നിട്ട് വിരൽ പതിപ്പിക്കുക, എന്നിട്ട് സാധനം കൂടെ വാങ്ങുക. അത്രേ ഉള്ളൂ. അപ്പോൾ റേഷൻ അവിടെ പറയുന്ന റേഷൻ മാത്രമേ കിട്ടുള്ളൂ, എക്സ്ട്രാ ഒന്നും കിട്ടൂല ഏട്ടാ. പണ്ടൊക്കെ ആദ്യമൊക്കെ കിട്ടുമായിരുന്നു. ചേട്ടനാണോ ഇന്നും റേഷൻ കടയിൽ പോകാറ്? എന്നും ഞാൻ പോവില്ല, അമ്മച്ചി ഇടയ്ക്ക് പോവും, അല്ലെങ്കിൽ മറ്റേ ചേട്ടൻ പോവും. ഞാൻ സമയമുള്ള സമയത്ത് ഞാനും പോവും. റേഷൻ കടയൊക്കെ പോണത് നല്ല കാര്യമല്ലേ? ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ. ആ, അങ്ങനെ പോവാറില്ല, പപ്പയാ പോവാറ്. പപ്പയെ പോവാറ്? ആ, നിങ്ങളുടെ വീട്ടിൽ പിന്നെ ഓടാനൊക്കെ ആൾക്കാരുണ്ട്. അമ്മച്ചിക്ക് പിന്നെ പ്രായമായതുകൊണ്ട് അമ്മച്ചിക്ക് പഴയ പോലെ പോകാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ? നിങ്ങളുടെ സ്ഥലങ്ങൾ അടിപൊളിയാ. അടിപൊളിയല്ലേ? എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണാട്ടാ.